viewers, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സിൽക്ക് കുർത്തീസ് റീസ്റ്റോക്ക് ചെയ്യാമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചെയ്യാത്തതായിട്ടുള്ള ഒരുപാട് ഷെയ്ഡ്സ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളർ കോമ്പിനേഷൻ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയും. ഇത് നല്ല കോമ്പിനേഷനാണ്, ഇത് നല്ല കോമ്പിനേഷനാണ്. ഇതാണ് ജിജിയുടെ ഹസ്ബൻഡ് എടുത്ത കേട്ടോ. ജിജി മുന്നേ മുതൽ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഈ സംഭവം. അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ്, ഇതും നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ്, ഇതും നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡ് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ക്ലോസ് അവ്യൂ. നമ്മുടെ കുർത്തിൻ്റെ ക്ലോസ് അവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ഷെയ്ഡൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാത്തതും വളരെ റെയറും ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. യോക്കിൻ്റെ ഭംഗി എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല ഭംഗിയുള്ള ലീഫി ഡിസൈൻസിനും അതിന് മേളിൽ കട്ട് ബീഡ്സും മിറേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കിട്ടിലും കുർത്തി തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ പൈപ്പിങ്ങും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നെക്ക് ഏരിയയിലും പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ. ഒത്തിരി ഭംഗിയല്ല ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ഒക്കെ, അടിപൊളി കോമ്പിനേഷനാണ് ഇതെന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് കിട്ടാത്ത വളരെ റെയർ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. യോക്കാണ് മെയിൻ ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡൊന്നും നമുക്ക് എപ്പോഴും കിട്ടത്തില്ല. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഈ ഒരു യോക്കിൽ അജ്രക്കിൻ്റെ പാച്ച് വെച്ചിട്ട് അല്ല ഹാൻഡ് വർക്കാണ് മെയിൻലി ചെയ്തിട്ടുള്ളത്. കട്ട് ബീഡ്സും അതോടൊപ്പം തന്നെ ലീഫി ഡിസൈനും മിറേഴ്സും ആണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ്. നെക്കിലും ഇതുപോലെ തന്നെ പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതും പൈപ്പിംഗ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിന് എൻ പാർട്ടിൽ ഇതുപോലെ തന്നെ അജ്രക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ ലൈനിങ് വെച്ചിട്ടില്ല, പക്ഷേ സീത്രൂ അല്ല. പിന്നെ എന്താ ഈ ഒരു കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ്. കുർത്തിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവിൽ ലൈനിങ് ഇല്ല, ടോപ്പിൽ ലൈനിങ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണിത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ. ഇതും നല്ല ഭംഗിയുള്ള കിട്ടിലായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുള്ളൊരു ടീൽ ബ്ലൂ എന്നൊക്കെ പറയാം. ടീൽ ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ്. നെക്കിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നിടത്ത് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന യോക്ക് എന്ന് പറയുന്നത് ടസർ സിൽക്കിൽ വന്നിട്ടുള്ള അജ്രക്കിൻ്റെ പ്രിൻ്റാണ്. അതിൽ എന്താ പറയുക കട്ട് ബീഡ്സും അതോടൊപ്പം തന്നെ മിറേഴ്സും ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വോക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ടീൽ ബ്ലൂവും മസ്റ്റർഡ് യെല്ലോ ആയിട്ടുള്ള കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്തതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഇത് ഭംഗിയുള്ള കോമ്പിനേഷൻ അല്ലേ, അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻസ് ആണ് ഇതെല്ലാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കുർത്തിയും ഇതുപോലെ ടീൽ ബ്ലൂവും മസ്റ്റർഡ് യെല്ലോ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നെക്കിലും പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതും പൈപ്പിംഗ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കട്ട് ബീഡ്സും മിറേഴ്സാണ് യോക്കിൽ മെയിൻലി കൊടുത്തിട്ടുള്ളത്. ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ്. ടോപ്പ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവിന് എൻ പാർട്ടിൽ ഇതുപോലെ തന്നെ പാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് പാർട്ട് വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ നിങ്ങൾക്ക്? അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതും നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. ഡാർക്ക് നേവി ബ്ലൂവിൽ യോക്കിൽ ഇതുപോലെ ടസർ സിൽക്കിൻ്റെ പാച്ച് വെച്ചിട്ട് അതിൽ ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. മിറേഴ്സും കട്ട് ബീഡ്സും ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ നെക്കും അതുപോലെ തന്നെ ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഇത്രയും പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഓപ്പൺ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. സിൽക്കിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ്. ടോപ്പ് വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് വരുന്നത്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതിൽ പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്കിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുർത്തിൻ്റെ യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതും പൈപ്പിംഗ് വെച്ചിട്ടാണ്. യോക്കിൽ ടസർ സിൽക്കിൻ്റെ പാച്ച് വെച്ചിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് പാർട്ട് വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു കോമ്പിനേഷൻ? ഇഷ്ടമായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ഒരു റെഡ് കളറിലാണ് വന്നിട്ടുള്ളത്. യോക്ക് വന്നിട്ട് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അജ്രക്കിൽ ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ലീഫി ഡിസൈനും മിറേഴ്സും കട്ട് ബീഡ്സും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നെക്കിൽ നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് അല്ല കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഡബിൾ ലെയറിൽ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പൈപ്പിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ഒരു ലൈറ്റ് റെഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. യോക്കിൽ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അച്ചൊക്കെ സ്റ്റൈൽ ലീഫി ഡിസൈനും നമ്മുടെ മിറേഴ്സും കട്ട് ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ പൈപ്പിംഗ് യൂസ് ചെയ്താണ് ബോർഡർ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്കിൽ ഡബിൾ ലെയറിൽ കട്ട് ബീഡ്സ് വെച്ചിട്ട് ബോർഡറാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പൈപ്പിംഗ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ലെങ്ത് വന്നിട്ട് 47 ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ ടോപ്പ് വിത്തൗട്ട് ലൈനിങ്ങിലും സൈഡ് സ്ലിറ്റും ആണ്. അതുപോലെ തന്നെ ഈ ഒരു കുർത്തിയുടെ ബാക്ക് പാർട്ട് വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ? ഇതും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെയ്ഡ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് കുറച്ചുകൂടി ഡാർക്ക് റെഡ് ആണ്. യോക്ക് പോർഷനിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള അജ്രക്കിൻ്റെ പാച്ചസ് കട്ട് ബീഡ്സും ലീഫ് ഡിസൈൻസും ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നെക്കിലും ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതിലും പൈപ്പിംഗ് ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഓപ്പൺ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഡാർക്ക് റെഡും അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള അജ്രക്കിൻ്റെ യോക്കുമാണ്. നെക്കിലെ പൈപ്പിംഗ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യാനും പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു യോക്കിൽ മെയിൻലി ചെയ്തിട്ടുള്ളത് ലീഫി ഡിസൈനും അതുപോലെ തന്നെ കട്ട് ബീഡ്സും വർക്കും ആണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്കിൻ്റെ ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ്. ടോപ്പ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. കുർത്തിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൽ ഏതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.